എന്റെ ആന ഇളത്താനെ വളർത്താനേന്ന്. ചേട്ടാ ഈ ആനയ്ക്ക് ഒരു അനുസരണം ഇല്ലല്ലോ. ആനയ്ക്ക് അനുസരണമുള്ളത് നമ്മളിപ്പോ നോക്കണ്ട. നമ്മളിപ്പോ ഇവരോട് കുറച്ച് കാര്യം എന്താ നമസ്കാരം. വിഷയം പറ. വിഷയം തൃശ്ശൂർ പൂരമൊക്കെ അല്ലേ? അപ്പൊ ഒരു ആനയായിട്ട് നിങ്ങളെ ഒരു ആന ചിരിച്ചിരിപ്പിക്കേണ്ടി വന്നാ ഞങ്ങള്. ആനച്ചിരി. അഥവാ നിങ്ങൾ ചിരിച്ചില്ലെങ്കിൽ ഞങ്ങളായിരിക്കില്ല ചോദിക്കണത്, അറിയാല. ആന നമ്മളോട് ചോദിക്കുന്നല്ല, മനസ്സിലായി. നിങ്ങൾക്ക് ആന ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നോബിച്ചേട്ടനുണ്ട് കേട്ടോ. അതിന്റെ കൂടെ അല്ലല്ല പ്ലീസ്, ഇത് കഴിഞ്ഞ് കമന്റിൽ ഒരു 5-6 വയറ് നിറയെ കിട്ടുമ്പോ ഞാൻ ചിരിക്കുകയും ചെയ്തു. അപ്പൊ ബാറ്ററി ഒക്കെ ചാർജ് അല്ലേ? ഒരു മിനിറ്റ്, ബാറ്ററി ചാർജ് ആവട്ടെ, ചാർജ് കയറട്ടെ. ബാറ്ററി ചാർജ്. ബാറ്ററി റെഡിയാണ്. പുതിയ ടീം വന്നിട്ടുണ്ട്, അവരൊരു കയ്യിലെടുക്കണം. ഓക്കെ, സെറ്റ്. ഓൾ ദി ബെസ്റ്റ്. എടാ 4 മണിക്ക് കുളിക്കാൻ ഇറക്കിയതാ ഞാൻ, ഇതുവരെ കുളി കഴിഞ്ഞിട്ടില്ല അവന്റെ. എടാ മര്യാദയ്ക്ക് കയറി വരുന്നുണ്ടോ നീ? എങ്ങനെ കയറി വരണ്ട. നിന്റെ ചെവിയുടെ ഇടയ്ക്കും നമ്മുടെ ആ കഷത്തിന്റെ ഇടയ്ക്കൊക്കെ അഴുക്കിരിപ്പുണ്ട്, അത് വൃത്തിയായിട്ട് കഴുകി തേച്ച് വൃത്തിയായിട്ട് ഇവിടെ വന്നാൽ മതി. അല്ലാതെ ബോഡി സ്പ്രേ അടിക്കാൻ എന്റെ പൈസ ഒന്നുമില്ല. ഞാൻ പോയി പട്ട എടുത്തോണ്ട് വരാം. പട്ട എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം നോക്കി. ഞാൻ അടിക്കണ പട്ടയല്ല, നീ കഴിക്കുന്ന പട്ട, പനംപട്ട. അത് വെട്ടിയിട്ട് വരാം. വെട്ടിയിട്ട് വരുമ്പോ തല തോർത്തി വൃത്തിയായിട്ട് കരക്കി നിന്നില്ലെങ്കിൽ ചൂരിൽ ഞാൻ നിന്റെ തുടയടിച്ച് പൊളിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ല പിന്നെ അയ്യോ ആന, അയ്യോ ആന ആത്മഹത്യ ചെയ്യുമ്പോഴേ ഒന്ന് വേണം രക്ഷിക്കണ. അയ്യോ ആന ഏതോ ഒരു പിടിയാൻ തേച്ചിട്ടാ. അല്ലെങ്കിൽ നീ വന്നാൽ ശരിയാവില്ല. ജോബിണ നമ്മൾ സെറ്റാ. ഞാനൊരു കയറിട്ടരാ, അല്ലെങ്കിൽ ഇങ്ങോട്ടൊരു കയറിട്ടരും, നമുക്ക് പിടിച്ചു വെച്ചാ. ഓഹോ, അപ്പൊ വരണ ലക്ഷം തന്നെ. ഞാനൊരു കാര്യം ചെയ്യാം, തോണ്ടി വെക്കാം. വിരലുകൊണ്ട് പോകണത് കുഴിയാനല്ലത്, അത് മതയാനയാ. നിന്നെ പിടിച്ചാൽ മതിലോട്ട് എറിയോ അത്. പിന്നെ ഇത് ചേട്ടനാനയാ? അതെ, എന്റെ ആനയാണ്. ആനയുടെ പേരെന്താ? ആനയുടെ പേര് ഹരി. നീ കേട്ടിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാ. ഇത് എന്റെ ആന ഹരി. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ഗുരുവായൂർ ചന്ദ്രശേഖരൻ. അപ്പൊ ആനയുടെ പേര് ചേട്ടനും ചേട്ടന്റെ പേര് ആനയ്ക്കും? അതെന്റെ അച്ഛനെ പറ്റി മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്താ? എന്റെ അച്ഛൻ എന്നെ കാണുന്നത് ആനയെ കാണുന്നത് ഒരുപോലെ ആയിരുന്നു. ആനേനെയും കൊഞ്ചിക്കും, എന്നെയും കൊഞ്ചിക്കും. ഒരു ദിവസം അച്ഛൻ അടിച്ച് ഫിറ്റായിട്ട് വീട്ടിൽ നിന്നിട്ട് ആനയെ പിടിച്ചങ്ങ് കൊഞ്ചിച്ചു. കൊഞ്ചിക്ക് മാത്രമല്ല, അച്ഛൻ ആനയെ പിടിച്ച് മടിയിലങ്ങ് ഇരുത്തി. ആന ഇരുന്നിട്ട് പോയപ്പോ ബസിന്റെ ബാക്കി സ്റ്റിക്കർ അടിക്കുന്ന അച്ഛൻ അവിടെ ഇരുന്നേ. പിന്നെ എല്ലാ വർഷവും ഞാൻ ആനപ്പിണ്ടത്തിൽ ചന്ദ്രത്തിരി കത്തിച്ചിട്ട് ഹരിയുടെ ചന്തി നോക്കി പ്രാർത്ഥിക്കും. എന്റെ പൊന്നു ചന്ദ്രേ, എന്റെ അച്ഛനെ കാത്തോണേന്ന്. അല്ലല്ല, എന്റെ അച്ഛൻ ഞങ്ങളെ കാത്തോണെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ചേട്ടാ, ഈ ആനേനൊക്കെ വളർത്തുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാ. അയ്യോ, എന്തിനാ പേടിക്കുന്നേ? ഞങ്ങൾ പാരമ്പര്യമായിട്ട് ആനപ്പന്മാരല്ലേ. പാരമ്പര്യമായിട്ട് പാപ്പന്മാരാ? പിന്നല്ലേ, ഞങ്ങളുടെ മുത്തശ്ശൻ ഇതുപോലെ നമ്മുടെ തൃപ്പൂണിത്തറ ഉത്സവത്തിന് ആനകളെ കൊണ്ടുപോയത് എന്റെ അപ്പൂപ്പനായിരുന്നു. അപ്പൂപ്പൻ ഇങ്ങനെ ആനകളെ കൊണ്ടുപോയി ഒഴുകി അപ്പൂപ്പൻ കൊണ്ടുപോയ ഒരു ആനയ്ക്ക് മതവിളകി. എന്റെ പൊന്നെ, നമ്മൾ ഈ ഫേസ്ബുക്കിൽ കാണുന്ന പോലെ ആന ഇങ്ങനെ കട പൊളിച്ചും വണ്ടി പൊളിച്ചും ആൾക്കാരെ പൊളിച്ചും ഇങ്ങനെ വരുന്ന വഴിക്ക് എന്റെ അപ്പൂപ്പൻ മോഹൻലാലിനെ പോലെ മുണ്ടൊക്കെ മടക്കി നേരെ അവിടെ വന്നിട്ട് പറഞ്ഞു, എടാ രാമേന്ദ്ര അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. ആന അവിടെ നിന്നു. അവിടെ നിന്നിട്ടാണ് അപ്പൂപ്പനെ തുമ്പിക്കൊണ്ട് എടുത്തു. അപ്പം പോയി വീണത് ട്രാൻസ്ഫോമറിന്റെ മേളില്. KCB-കാർ ഇപ്പോൾ അതിന്റെ ഉപചാര സ്മരണയായിട്ട് എന്റെ അപ്പൂപ്പന്റെ ഫോട്ടോയും വെച്ചിട്ട് അതിന്റെ എന്റെ അപ്പൂപ്പൻ അയ്യോ അഭയം എന്നല്ല, അതെന്റെ അപ്പൂപ്പന്റെ പേരാ. അപ്പുകുട്ടൻ പാളയം. പാലിന്റെ കാര്യം മാത്രം എന്നോട് ചോദിക്കരുത്. എനിക്ക് ഈ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. വാല് മുറിക്കുക, വിൽക്കുക, പൈസ മേടിക്കുക, വാല് വിൽക്കുക, മുറിക്കുക, അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ മുറിച്ച് ആനയുടെ വാലൊരുമാതിരി ഓലമടൽ പോലെ ആയിപ്പോയി. അങ്ങനെ അവസാനം ഞാനിത് റീപ്ലാന്റേഷൻ ചെയ്യാനും PRP പൈസ തികയാത്തത് കൊണ്ട് ഞാനൊരു കാര്യം ഒരു വിഗ് മേടിച്ച് സെറ്റ് ചെയ്തേക്കുവാ. പക്ഷെ ആട്ടുമ്പോ ഞാൻ ചെന്ന് ആട്ടി കൊടുക്കണം. ആന വാട്ടിയ വിഗ് തെറിച്ച് വെച്ച്. അതാണ്. പിന്നെ വേറൊരു കാര്യം കുട്ടിയോട് മാത്രം ഞാൻ പറഞ്ഞുതരാം. ഈ വാലിന്റെ അകത്ത് ഒരു രോമുണ്ട്, ഒരേ ഒരു രോമം. ചേട്ടാ പേടി മാറാനാ? അത് പോകുന്നുള്ള പേടിയുണ്ടോ ഞാൻ ഈ നടക്കണം? അപ്പൊ നിന്റെ പേടി മാറാൻ ചേട്ടാ എനിക്കൊരു സംശയമുണ്ട്. നിന്റെ കല്യാണം കഴിഞ്ഞാണോ? കഴിഞ്ഞതാ. ചെറുക്കൻ എന്ത് ചെയ്യുന്നു, ഭർത്താവ് എന്ത് ചെയ്യുന്നു? അങ്ങനെ പറ്റി പറയണ്ട. അങ്ങനെ കൊടുക്കത്ത സംശയം ഞാൻ ഡിവോഴ്സ് ചെയ്ത്. ഇപ്പൊ അയാൾക്കല്ല സംശയം, നിനക്കാണ് സംശയം. എന്തുമാത്രം സംശയം അടിയത്? ചേട്ടാ, എനിക്ക് ആനയെ ഭയങ്കര ഇഷ്ടാ. ആനേനെ നോക്കണ ആനപ്പാപ്പാനി എന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ ചേട്ടന് 2 ഉണ്ട കണ്ണും മൂക്കും ആ താടി ശരിക്കും ആനയുടെ പോലെ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആനയുടെ പോലെ ഇഷ്ടാന്ന്. അവിടുന്ന്
സോള പവിഴ ചിന്തിലെ പന്നനൊങ്കിലെ പാൽക്കരനോല ഈ ആനയുടെ കാര്യം ഒരു പെണ്ണിനെ വളയ്ക്കാൻ സമ്മതിക്കത്തില്ലെന്നോ അടികൊള്ളു നീ എന്റെ കയ്യിന്ന്. ചേട്ടാ എന്താ മോനെ അതെ എനിക്ക് ഒരു കാര്യം പറയാൻ ഒരു ആഗ്രഹം. എന്താണ് നിന്റെ ആഗ്രഹം? എന്തുള്ളും പറഞ്ഞു. പുറത്ത് കയറി കറങ്ങണം. ശ്ശേ, ഈ സമയത്താ ഇവിടെ വെച്ചാ ഒരു കാര്യം ചെയ്യ ചേട്ടന്റെ പുറത്തല്ല, ആനയുടെ പുറത്ത് കയറി കറങ്ങണം. നിന്റെ കണ്ണിന് ഞാൻ കുത്തു വെച്ചു കഴിഞ്ഞു. എന്താ എടി പെണ്ണെ, ഈ ഉത്സവം നടക്കുന്ന സമയത്ത് ഞാൻ നിന്നെ എങ്ങനെ ആനയുടെ മേളിൽ കയറ്റുന്നേ? എന്താ കാര്യം? എടി ഉത്സവത്തിന്റെ സമയത്ത് ആനയുടെ മേളിൽ തിടമ്പാട്ട് ആടിരിക്കുന്ന കണ്ടിട്ടില്ലേ? അയാൾ അവിടെ ഇരുന്നോട്ടേക്ക് അതിന്റെ പുറകിലും കയറി മതി. എടി അതിന്റെ മേളിൽ കൊടയായിട്ട് ആടിരിക്കുന്ന കണ്ടിട്ടില്ലേ? അവരവിടെ ഇരുന്നോട്ടേക്ക് അതിന്റെ പുറകിലും കയറി മതി. അതിന്റെ പുറകിൽ വെഞ്ചാമരമായിട്ട് ആടിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അവരൊക്കെ അവിടെ ഇരുന്നോട്ടേക്ക് അതിന്റെ പുറകിൽ ആനപ്പുറത്ത് കയറിയാൽ മതി. അതെ, ഞാൻ കൊണ്ടുവന്നൊരു ആനയാണ്, അല്ലാതെ വന്ദേ ഭാരത് ട്രെയിൻ ഒരു കാര്യം ചെയ്ത് ഇങ്ങോട്ട് കയറിക്കോ. വാ, എനിക്ക് ആനപ്പുറത്ത് കയറണ്ട. പിന്നെ ചേട്ടാ ഞാനൊരു 10 രൂപ തരാം. എന്നെ ആനയുടെ അടി കൂടെ കടത്തി വിടോ? പിന്നെ ആന ഒരു ടോളാണല്ലോ പൈസ മേടിച്ചിട്ട് അടി കൂടെ ഭ്രാന്താടി വേണ്ടത്. എന്തിനാ ആനയുടെ അടി കൂടെ നടക്കണത്? പേടി മാറാനാ. ഈ ആനയുടെ അടി കൂടെ നടന്ന പേടി മോറും നിന്റെ ആരാ പറഞ്ഞേ? എല്ലാരും പറഞ്ഞു. അയ്യോ, ഇത് വെറുതെ ആണ് കേട്ടാ. ഞാൻ ആവശ്യമുള്ള കാര്യത്തിനും ആവശ്യമില്ലാത്ത കാര്യത്തിനും എപ്പോഴും ആനയുടെ അടി കൂടെ പോണതാ. എന്റെ പേടി ഇതുവരെ മാറിയിട്ടില്ല. ചേട്ടന് എന്താ പേടി? എനിക്ക് ഭാര്യ ഭയങ്കര പേടിയാ. ഡോന്ന് വിളിച്ച അപ്പം മൂത്രം പോകില്ലേ. ഞാൻ എന്തായാലും ഞാൻ അവിടെ ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം അറിയിച്ചു. എന്തായാലും നീ നിന്റെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ എന്റെ ഭാര്യനെ ഡിവോഴ്സ് ചെയ്യാനുള്ള പ്രാതെ നിൽക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് അങ്ങ് ഒന്നിച്ചാലോ? നമ്മൾ തമ്മിൽ ഒന്നിച്ചെനിക്ക് എന്താ ഗുണം? നിനക്കല്ലേ ഗുണമുള്ളത്. നിന്നെ ഞാൻ ഈ ആനയുടെ മേളിൽ കയറ്റി ഈ ലോകം മുഴുവൻ കറക്കിക്കും. പിന്നെ ആനയുടെ അടി കൂടെ പൈസ ഇല്ലാതെ നിന്നെ അങ്ങോട്ടൊന്ന് തേരാ പറഞ്ഞ് നടത്തും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനയുടെ വാലിലൊരു രോമമുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ രോമത്തിലൊരു മുടി വെച്ചിട്ട് ഞാൻ നിന്റെ കയ്യിലൊരു മോതിരം ഇട്ട് തരും. എന്തിന്? നീ എന്താ പറഞ്ഞ പേടിയെന്ന്? പേടി പറയാനായിട്ട് ചേട്ടാ, ഞാൻ എന്റെ വീട്ടിൽ പശുമാലോണ്ട് മോതിരം ഉണ്ടാക്കിക്കൊണ്ട്. അതെന്താ? ഈ വലിയ പേടിയല്ല, കുഞ്ഞൻ പേടിയുള്ളൂ. ആണോ? അപ്പൊ തൽപരകൃഷിയല്ല. ചേട്ടാ പോവല്ലേ? എനിക്ക് ആനയുടെ സംശയം തീർന്നിട്ടില്ല. എന്റെ പൊന്നു മോളെ, ആന സംശയം വെച്ചോണ്ടിരുന്നാ മതിയോ? ആനക്കഥകൾക്ക് ക്ലൈമാക്സ് ഇല്ലെന്ന്. അയ്യോ, നമ്മള് സ്കിറ്റിനാ. നമ്മുടെ സ്കിന്നിൽ ക്ലൈമാക്സ് ഒട്ടുമില്ല. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യോ? ഇപ്പൊ വൈറ്റിലെ ചെന്നാ ഗുരുവാർക്ക് ബസ് ഉണ്ട്, വേണം വീട്ടിൽ കയറി പോ. ചേട്ടനാ. ഞാനിവിടെ അനു സാറിന്റെ അടുത്ത് ഒരു 1000 രൂപ ചോദിച്ചിട്ടുണ്ട്. പുള്ളി തന്നാൽ അതുകൊണ്ട് ഞാൻ ഇന്ന് വീട്ടിലെത്തും, അല്ലെങ്കിൽ നാളെ എത്തും. അതെന്താ? നടന്നവിടം വരെ എത്തണ്ടേ? വാ. അയ്യോ. അങ്ങനെ അടിപൊളി സ്കിറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ആനപ്പാപ്പാനും കൊള്ളായിരുന്നു, മാളുവിന്റെ ക്യാരക്ടറും അടിപൊളിയായിരുന്നു. മാളുവിന്റെ ഏറ്റവും കൂടുതൽ ഇവിടെ എല്ലാരും പറഞ്ഞെന്തറിയോ, ഹാഫ് സാരി കിടിലമായിട്ടാണ് ഉടുത്തതെന്നാണ്. അതെ, അത് പ്രത്യേകം എടുത്തു പറഞ്ഞ കുട്ടികളാണ്. ഇവിടെ ഏത് പെൺപിള്ളേരും ഉടനെ അത് എന്റെ തലേ ഏത് പെമ്പിള്ളേരും എന്തെങ്കിലും പറയണം, നീയല്ലേ അതായിരുന്നു പറയാറില്ല. സത്യം. എനിവേസ് നമുക്ക് ഈ സ്കിറ്റിലേക്ക് നല്ല കയ്യിലിയടാ. വെറൈറ്റി ആയിരുന്നു. ശ്രീവിദ്യ പറഞ്ഞാണ്. നമുക്കേ നമ്മുടെ ഈ സ്കിറ്റിലേക്ക് ആധികാരികമായിട്ട് ഇറങ്ങി ചെല്ലുന്നതിന്റെ മുമ്പ് നമുക്ക് ചെറിയ രസകരമായ ഒരു ടങ് ട്വിസ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. ഓ, ഇന്ന് സന്ധ്യ ചേച്ചി പൊളിക്കും. അപ്പൊ ആനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടങ് ട്വിസ്റ്റർ, ഇതുവരെ ആരും കേൾക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള ഒരു ടങ് ട്വിസ്റ്റർ അല്ലേ? പുതിയത്. ആന അലറലോട് അലറ് അല്ലേ? ആ സാധനം. അത് ആര് പറയണം? അതാരും പറയണ്ട. ഈ സാധനം എനിക്ക് പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇവരാദ്യം പറയട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പാസ് ചെയ്യാം. പറഞ്ഞോ, ഒന്ന് പറഞ്ഞേ. ആന അലറലോടലറൽ. ആന സിമ്പിൾ. അതാര്? ആന അലറലോടലറൽ. വേഗം പറ. വേഗം പറ. ആ, 3 തവണ വേഗം പറ. 1 2 3 സ്റ്റാർട്ട്. ആന അലറലോടലറൽ. ആ, ആന അലറലോടലറൽ. മലബാർ. ആ, വാ അടുത്ത്. ആന അലറലോടലറൽ. ഇവിടെ സന്ധി ചേച്ചി ഭയങ്കര സൂപ്പർ ആയിട്ട് കുറച്ച് നേരത്തെ ഇവിടെ നിന്ന് പറയുന്നുണ്ട്. സന്ധി ചേച്ചി, come on, you can do it. ആന അലറലോട് അലറലെന്ന്. ആന അലറലോട് അലറൽ. ആന അലറലോട് അലറൽ. ആന അലറലോട് അലറൽ. ആന അലറലോട് അലറൽ. ഒരേ മാനേജ് ചെയ്തു. കൊള്ളാം. അതുള്ള അടിപൊളി. ഏഞ്ചൽ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് come on, പറയാൻ. Angel. സത്യം. ആന അലറലോട് അലറൽ. ആന അലറലോട്. അത് ബേബി ആന. അല്ല, കുഴിയാനയുടെ കാര്യം. ആന അലറലോട് അലറലോടലറൽ. 3 ആയില്ലേ? ഇത് ടങ് ട്വിസ്റ്റർ അല്ല, എനിക്ക് തോന്നുന്നത് രാവിലെ അടിച്ച സാധനത്തിന്റെ എഫക്റ്റ് ആണെന്നാണ് തോന്നുന്നത്. പെറ്റടിച്ചിട്ട് 15ാമത്തെ പെഗ് ഓർഡർ ചെയ്യൂലേ? ഇല്ല, എനിക്ക് മലയാളം മാത്രമേ ഇഷ്ടമുള്ളൂ. ഇതൊന്നും മലയാളം ഇത് മലയാളം അല്ലേ? അലറല് മലയാളം അല്ലെന്നോ? അല്ല, ഇതെന്തോ ഒരു മറ്റേ പലമൊഴി എന്നൊക്കെ പറയുന്നത്. പരമൊഴിയോ? പലമൊഴി. അത് തന്നെ ആ സാധനം. എനിക്കിതൊന്നും ഇഷ്ടമല്ല. അല്ലാത്തോണ്ടാ പറയട്ടെ, അല്ലാതെ പറ്റാത്തോണ്ടല്ല കേട്ടോ. ആ, കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ നോക്കണേ. റസ്മിനും കൂടെ നോക്കാം. ബായ്, കമോൺ ബായ്. ആന അലറലോട് അലറൽ. 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 ഇനി ശ്വേത ചേച്ചി, ഒരു ആനയെ കൊണ്ട് വന്നോണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്.
എന്ത് തോന്നുന്നു ഇവരുടെ ഈ സ്കിറ്റ് കണ്ടിട്ട്? ആന അലറോടൽ അരൽ. പിടിച്ചതിനേക്കാളും വലുതായിരുന്നു ചേച്ചി ചേച്ചി ഗൂഗിൾ പേ നമ്പർ പറ. 5000 രൂപ ദാ കിടക്കുന്നു. ശരി, ഈ പെർഫോമൻസിനെ പറ്റി എന്നാ പറയാനുള്ളത്? 6 minutes 8 minutesന്റെ ഉള്ളിൽ നിങ്ങൾ ആ ഒരു സ്പീഡ് പിടിച്ചു. നല്ല സ്ഫുടതയോടെയാണ് നിങ്ങൾ സംസാരിച്ചത്. എല്ലാം കറക്റ്റ് ആയിരുന്നു. കോമഡി കുറച്ചായിരുന്നു. പക്ഷേ ബാറ്ററി ചാർജ് ആയിട്ടുണ്ട്. അതാണ് ഏറ്റവും ബെസ്റ്റ്. ശരി, അടിപൊളി. താങ്ക് യു. ചേട്ടാ, ഡയന, ശ്രീവിദ്യ, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? അടിപൊളിയായിരുന്നു. രണ്ടുപേരും കട്ടക്ക് നിന്നു. നല്ലതായിരുന്നു. ഷൈജു ഫസ്റ്റ് അല്ലേ ഇവിടെ? ഇവിടെ ഫസ്റ്റ് അടിപൊളി. ഫസ്റ്റ് തന്നെ രസമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ കേൾക്കാത്ത കുറച്ച് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു സീരിയൽ. മറ്റേ ഈ ഇത് വന്ദേ ഭാരത് അല്ല ആളിനെ കേറ്റാനെന്നുള്ളത് അടിയിൽ കൂടെ പോകുമ്പോൾ അടിക്കാൻ പറ്റുമോ? ഇതുവരെ കേൾക്കാത്തല്ലേ അടിക്കാൻ പറ്റുള്ളൂ അവർക്ക്. ഞാൻ പറഞ്ഞു ഇതുവരെ കേൾക്കാത്ത കുറെ തമാശകളുണ്ടായിരുന്നു. അല്ല, അഖില ആദ്യമായിട്ട് സ്ഥിരം പറയുന്ന കമന്റിൽ നിന്നും പറഞ്ഞതാണ്. അത് ചെയ്തൊരു സാധനം. നമുക്കപ്പോ നോക്കാം ബാറ്ററി എത്രത്തോളം ചാർജ് കയറിയിട്ടുണ്ടെന്നുള്ളത് നോക്കാം. യെസ്, ഷൈജു എണ്ണി തീരണ്ടല്ലേടാ? ഒരു മിനിറ്റ് ഒരു ഡൗട്ട് ഫീൽ വന്നിട്ടുണ്ട്. എന്നാ ഒരു ഡൗട്ട് ഫീൽ? എന്നാ ഒന്നുമില്ല. പ്രതീക്ഷിച്ചു, കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു അല്ലേ? ഇല്ല, അങ്ങനെ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. പൈസ നോക്കിയിട്ടല്ല നമ്മള് വന്നത്. അപ്പൊ ആ പൈസ നമുക്ക് കിട്ടും. നോ പ്രോബ്ലം. പൊന്നു സഹോദരൻ ഇവിടെ വെച്ച് പൈസ പ്രതീക്ഷില്ല എന്ന് പറയില്ല. CC അടക്കി എത്ര അടവുള്ള പെണ്ണെന്ന് പറയാൻ അടുത്തിരിക്കുന്നത്. അതെങ്ങനെ അടഞ്ഞു പോക്കോളൂടാ. ശരി, അപ്പം BOB ബാങ്ക് ഓഫ് ബോംബെ, കമോൺ. BOM പറയാൻ വിചാരിച്ചു, പക്ഷെ 6000 and password. അതുകൂടെ ഉറക്ക പറയുന്നേ. And അതിന്റെ കൂട്ടത്തിൽ 1 2 and ആ പൈനാപ്പിളിന്റെ ഒരു പീസ് കൂടെ തോപ്പോൾ 60,000 rupees ക്രെഡിറ്റ് ആയിരിക്കാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക്. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. പറഞ്ഞതൊക്കെ ഓർത്തിരുന്നു. അടുത്ത തവണ കോമ്പറ്റീഷൻ കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ട് വന്ന് 50,000 75,000 ഒക്കെ മേടിച്ചോണ്ട് പോവാം. ഓൾ ദി ബെസ്റ്റ്.